ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആദ്യം ദിവസം. അപ്പോൾ ഇന്ന് നമ്മൾ 2 മാസമായി ഒരു ചെറിയ ഫീമെയിലിൻ്റെ ഗപ്പിനെ ഇട്ടിട്ട് പിന്നെ ഒരു ബ്ലാക്ക് മോളിനെയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പ്രസവിച്ചൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം. 2 മാസമായി. നമുക്കൊന്ന് ടെറസിൻ്റെ മുകളിലൊന്ന് ഞാൻ വെച്ചത് നമുക്കൊന്ന് കയറി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടെറസിൻ്റെ സെക്ഷൻ വരുന്നത്. നമുക്കൊന്ന് കയറി നോക്കാവേ. അപ്പോൾ നമ്മൾ ടെറസിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടെ കിട്ടുന്ന വ്യൂ. നമ്മുടെ AC-ൻ്റെ സാധനമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കയറിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇവിടെ കിട്ടുന്ന വ്യൂ. അപ്പുറത്തെ വീട് പണി നടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം. ഇതാണ് ഞാൻ 2 മാസമായിട്ട് മൂടിയിട്ടിരുന്ന ഗപ്പി ടാങ്ക്. നമുക്ക് വേറെ അവിടെ ഒരെണ്ണം വരുന്നുണ്ട്. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാവേ. ഇപ്പോൾ ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് താഴെയാണ് അത് വെച്ചേക്കുന്നത്. കാണിച്ചു തരാവേ. ഗൈസ്, അതാണ് ആ കാണുന്നതാണ് എൻ്റെ വേറൊരു ഗപ്പി ടാങ്ക് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു ചെറിയ സെക്ഷനാണ്. ഇവിടെ നമുക്ക് ഗപ്പി ടാങ്ക് വേണമെങ്കിൽ വെക്കാം. ഇതിൽ നിങ്ങളുടെ സജഷൻസ് പറയണം. നമുക്ക് നിങ്ങൾ പറയുന്നതനുസരിച്ച് മീനുകളെ മേടിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ടാങ്ക് ഒന്ന് തുറന്നു നോക്കാം. 1-2 ദിവസമായി. വലിയൊന്നുമില്ല, ഒരു ചെറിയ തട്ടിക്കൂടി തട്ടിപ്പ് കാണിച്ചു തരാം. ഇതാണ് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ ഇട്ടപ്പോഴത്തേക്ക് ഒരു ബ്ലാക്ക് മോളിനെയും പിന്നെ കുഞ്ഞിന് ഫ്രൈനെ ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ മറ്റേ ആഫ്രിക്കൻ പാല് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ വരുന്നത്. ഗൈസ്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. റെയിൻബോ ഫിഷ്. ഇത് നോക്കി. ഇതിനെ വേണമെങ്കിൽ ഞാൻ സെയിൽ ചെയ്ത് തരാം. ഞാൻ തരുന്നൊരു നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്താൽ മതി. ലൊക്കേഷനൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നതാണിത്. പക്ഷേ ഇതിന് മെയിലാണ് കേട്ടോ. വേറൊരു ബ്ലാക്ക് മോളിനുണ്ട് കേട്ടോ. ബ്ലാക്ക് മോളിനെ പിടിക്കാൻ ഭയങ്കര പാടാ. ഇതാണ് നമ്മുടെ ബ്ലാക്ക് മോളി. എന്നിട്ട് കുഞ്ഞായിരുന്നു, പെട്ടെന്ന് വലുതായി കേട്ടോ. ബ്ലാക്ക് മോളി ഒന്ന് കുഞ്ഞായിരുന്നു, നല്ലതായിട്ട് വലുതായി. ഫീമെയിലാണ് കേട്ടോ. നല്ല സൈസ് വെച്ചിട്ടുണ്ട്. വേറെ ഇതിലുണ്ടാകുന്നത് നോക്കട്ടെ. ഇതൊരു കല്ലൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് മാറ്റി വെക്കാം. വേറെ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. കാണിച്ചു തരാവേ. ഫീമെയിലാണ്. ഇപ്പോൾ ബ്ലാക്ക് മോളി ചാടിയ ചാട്ടം കണ്ടായിരുന്നു. പെട്ടെന്ന് പോകും കേട്ടോ. ഇത് നിങ്ങളിതിനെ മേടിക്കുകയാണെങ്കിൽ സൂക്ഷിച്ചു വേണം ഇതാക്കാൻ. പക്ഷേ ഞാൻ ബ്ലാക്ക് മോളിനെ സെയിൽ ചെയ്യുന്നില്ല. കാരണം സെയിൽ ചെയ്യുന്നില്ലെന്നല്ല, കുഞ്ഞുങ്ങളാകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ തരുന്നതാണ്. ഒരു നമ്പർ ഞാൻ തരാം. ആഫ്രിക്കൻ പാല് നമ്മൾ ഇവിടെ തന്നെ കൾച്ചർ ചെയ്തുണ്ടാക്കിയാണ്. നമ്മൾ ഇതെങ്ങനെ കൾച്ചർ ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് അടുത്ത് ഇതിലായിട്ട് ഇട്ട് തരുന്നതാണ്. ഗൈസ്, ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ആദ്യം കാണിച്ച് ഇതിന് പേരെന്താണ്. ഞാൻ ഇതിന് റെയിൻബോ ഫിഷ് എന്നാണ് കേട്ടോ പേരിട്ടേക്കുന്നത്. ഇത് മെയിലാണോ എന്നറിയില്ല. ഗൈസ്, മെയിലാണ്. നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ ഒന്ന് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം. ഇത് മെയിലാണോ ഫീമെയിലാണോ എന്ന്. നമുക്കിതിനെ ഇതിലോട്ട് തന്നെ വിടാം. ഇപ്പോൾ ഒരു 1-2 കല്ലുകളും വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒരു ഗപ്പിയും കൂടി ഉണ്ടായിരുന്നു. ഞാൻ കാണിച്ചാണ് കേട്ടോ ഫീമെയിൽ. അപ്പോൾ നമ്മൾ ഇനി വേറൊരു ടാങ്കും കൂടി സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ മൊയിന ടാങ്ക് ആക്കാനാണ് എൻ്റെ ഇത്. വേണമെങ്കിൽ അതിൻ്റെ അകത്തെ മൊയിനെ ഞാൻ വേറെ ഇതിലോട്ടാക്കാം. എന്നിട്ട് നിങ്ങൾ പറയുന്ന മീനിനെ ചെറിയ ഗപ്പീൻ്റെ തന്നെ വെറൈറ്റി ടൈപ്പ് പറയുന്ന ഞങ്ങൾ മേടിച്ചിടാം. ബ്ലാക്ക് മോളിക്ക് ബ്ലാക്ക് മോളി പെണ്ണാണ് കേട്ടോ. ഭയങ്കര അഗ്രസീവാണ്. ഇത് പെട്ടെന്ന് ചാടുവേ. നോക്കിക്കോണേ. ഇപ്പോൾ ഞാൻ വെള്ളം കളഞ്ഞേ ഇവിടുത്തെ. നോക്കി കണ്ടോ. നമുക്ക് അടുത്ത മറ്റേ ഞാൻ നേരത്തെ മൊയിന ടാങ്ക് ആക്കിയെന്ന് പറഞ്ഞ ടാങ്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. മൊയിന ഉണ്ടാകുന്ന എനിക്കറിയില്ല കേട്ടോ. അതിന് മുമ്പ് നമുക്ക് ഇത് ഞാൻ നേരത്തെ വെച്ചോട്ടൊന്ന് റീസ്റ്റോർ ചെയ്ത് വെക്കാം. കല്ല് വെച്ചിട്ടുണ്ട്, പാലിടിച്ചാണ്. പിന്നെ ആഫ്രിക്കൻ പാല് വെച്ചിട്ടുണ്ട്. വേറെ ഒരു ടൈപ്പ് പാലുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വേറൊരു പാലും കൂടി എടുത്തിട്ടുണ്ട്. കാണിച്ചു തരാവേ. വേറെ ഒരു ടാങ്കാണിത്. മൊയിന ടാങ്ക് ആണെന്ന് പറയാൻ പറ്റില്ല. മൊയിന ഉണ്ടാക്കാൻ വേണ്ടി വെച്ചേക്കുന്നു. പക്ഷേ ഇതിലെ മൊയിന ഞാൻ ഇന്ന് മാറ്റും.
എന്നിട്ട് നിങ്ങൾ പറയുന്ന മീൻ ഏതിന് മേടിച്ചിടാം, ഇതിൽ മേടിച്ചിടാം കേട്ടോ. നിങ്ങളുടെ സജഷൻസ് ഒന്ന് പറയണേ കമൻറ്റിൽ. ഇത്രേ ഉള്ളൂ നമ്മുടെ കൊച്ചു വീഡിയോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇനി ഇത് കൂട്ടുള്ള ഒരു ഗപ്പീൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അതിന് മുമ്പേ വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. നമ്മുടെ ഈ വീട് ലെവലിൻ്റെ തന്നെ അപ്പുറത്തുള്ളൊരു വീടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. നല്ല രസമാണ്. അതിൻ്റെ ബാൽക്കണിയൊക്കെ ഉണ്ട്, നല്ല രസം. ഞാൻ കാണിച്ചു തരാവേ.